എവിടേക്കാടി? ചേച്ചി ഞാൻ വീട് കണ്ടിട്ട് കുറെ ആയില്ലേ, ഒന്ന് കണ്ടിട്ട് വരാന്നോർത്തു. ആ വീടൊക്കെ കണ്ടതോളാം. 5 മിനിറ്റിൽ വീട്ടിൽ കയറണം കേട്ടല്ലോ. 3 മിനിറ്റിൽ വരും. ഹലോ, ഹായ്. ഹായ്. ഇങ്ങോട്ട് വാ. ഹായ്. ഹായ്. ഞാൻ നന്ദന. അപ്പുറത്ത് ചന്ദനില്ലേ? ആ ചന്ദനുണ്ട് ചേച്ചി. ഞാൻ ചന്ദനയുടെ അനിയത്തി. ഷോ, ചന്ദനേന്റെ അനിയത്തിയാണോ? വെറുതെ അല്ല, എനിക്ക് കണ്ടപ്പോഴേ തോന്നി എവിടെയോ കണ്ടു പരിചയമുള്ള മുഖം. എന്താ അറിയോ, നിങ്ങൾ രണ്ടുപേരും ഫോട്ടോ കോപ്പി പോലെ ഉണ്ട്. എല്ലാരും പറയാറുണ്ട്. എന്താ ചെയ്യുന്നേ? എന്താ? LLB. ഓ, LLB. ആദ്യം പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. എന്തായിരുന്നു ചെയ്യുന്നത്? ഞാൻ IT ഒക്കെ ആയിരുന്നു, പക്ഷെ ഇപ്പം ഞാൻ എന്റെ സ്വപ്നങ്ങളുടെ പുറകെയുള്ള യാത്രയിലാ. ആണോ? എന്ത് സ്വപ്നം? എനിക്ക് ഈ സിനിമ മോഡലിംഗ് ഒക്കെയാണ് ഇഷ്ടം. അത്യാവശ്യം മോഡലിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. ഇപ്പം സിനിമയില് ഒരു സംഭവം കിട്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ചേച്ചി മോഡലിംഗ് ചെയ്യാറുണ്ടോ? പിന്നെ ഞാൻ ചെയ്യാറുണ്ട്. കഴിഞ്ഞ ദിവസം കൂടെ ഒരു ഷൂട്ട് ചെയ്തല്ലോ, ഓലേന്റെ പൊക്കത്തിരുന്ന്. കൊള്ളാലോ. നല്ലല്ലേ? ആ, നന്നായിട്ടുണ്ട്. ഇത്രയൊക്കെ ചെയ്യൂല്ലേ? ചെറിയൊരു ഷോ, അടിപൊളി. അതെ, നല്ല ഫോട്ടോഗ്രാഫർമാർ ആരെങ്കിലും ഉണ്ടെങ്കിലേ എനിക്കൊന്ന് പറഞ്ഞു തരണേ. അയ്യോ ചേച്ചി, എനിക്കറിയാവുന്ന ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ ബാംഗ്ലൂർ ബേസ്ഡ്, ചെന്നൈ ബേസ്ഡ്, UK ബേസ്ഡ് ഒക്കെയാണ്. ഇവിടെ കേരളത്തിൽ അങ്ങനെ കിട്ടാനില്ല. UK എന്നൊക്കെ വന്ന് ഫോട്ടോ എടുക്കോ കുട്ടിയുടെ? അതെ അതെ. വിശ്വസിക്കും. അതെ അതെ, എന്റെ ഹസ്ബൻഡിന്റെ ഫോട്ടോ കാണിച്ചു തരാം കേട്ടോ. എന്താ ചെയ്യുന്നെന്ന് വെച്ചാ, പുള്ളി ഒരു ചെറിയ ഡയറക്ടറാണ്. ആണോ? നല്ല കഴിവുള്ള ആളാ. ഫോട്ടോ കാണിച്ചു തരാം. എവിടെയെങ്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇന്റർവ്യൂലൊക്കെ. ഇതാണ് ആള്. അതെ ചേച്ചി, ഞാനേ അടുപ്പത്ത് ചെടി വെച്ചിട്ടുണ്ട്, ഒന്ന് വെള്ളം നനച്ചിട്ട് വരാവേ. എടാ നളിനാക്ഷ, ഇങ്ങോട്ട് വാ. എന്താ? ഒരു കാര്യം ചോദിക്കാനാ, വാ. എന്താ? എടാ, ആ കുട്ടിയെ മൊത്തത്തിലൊരു വശപ്പശക്. അങ്ങനെയൊന്നുമില്ല. നിനക്ക് എങ്ങനെ അറിയാം? ഞാനല്ലേ ഇത്രയും നേരം സംസാരിച്ചു. അല്ല, നമ്മള് ഒരു കലാകാരനല്ലേ, നമുക്കിങ്ങനെ ആളുകളെ കാണുമ്പോഴത്തേക്ക് അറിയാൻ പറ്റുമല്ലോ. നല്ല കുട്ടിയാ, നല്ല ഐശ്വര്യമുള്ള. ആയി നോക്കിയാണല്ലേ? ഞാൻ കണ്ട് ഒളിഞ്ഞും അവിടുന്ന് ഇവിടുന്നൊക്കെ നോക്കുന്ന നാണല്ലേ? നമ്മള് ക്യാരക്ടർ പറ്റിയ ആൾക്കാരാണോ എന്നുള്ളത് നമ്മൾ നോക്കുക. അത് ഞങ്ങളുടെ എഴുത്തുകാരുടെ ഒരു പൊതുവെയുള്ള ഒരു ശൈലിയാണ്. ഇവിടെ ക്യാരക്ടർ എന്റെ മുഖത്തുനിന്ന് മാത്രം ഒപ്പിയെടുത്താൽ മതി. അതല്ല ഞാൻ പറയണത്, ആ കുട്ടിയുടെ മുഖത്ത് എന്തോ ഒരു കള്ളലക്ഷണം. തോന്നിയോ? ആ, എനിക്ക് അങ്ങനെ തോന്നിയില്ലല്ലോ. അത് മാത്രല്ല, ഒരു പിരി ലൂസ് ആണോന്ന് ഒരു ഡൗട്ട് ഉണ്ട്. എന്നോട് പറഞ്ഞിട്ട് പോയത് നീ കേട്ടായിരുന്നോ? അങ്ങനെ അടുപ്പത്ത് ചെടി വെച്ചിട്ടുണ്ട്, വെള്ളം നനയ്ക്കണം എന്ന് പറഞ്ഞിട്ടാ പോയത്. ഭ്രാന്താണോ? ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യമല്ലേ, എന്തെങ്കിലും വെറൈറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നതായിരിക്കാം. അത് മാത്രല്ല, സുബുവിന്റെ ഫോട്ടോ കണ്ടപ്പോഴേ അവളുടെ കയ്യൊക്കെ ഇങ്ങനെ ഒരു വിറവലൊക്കെ വന്നിട്ട് ആകെ മൊത്തം ഒരു ആന്തലൊക്കെ വന്ന് കണ്ണിലൊക്കെ. സുബുവിന്റെ ഫോട്ടോ? ആ, അതെന്തായിരിക്കും? എന്തായിരിക്കും? അല്ല, നമ്മൾ ഈ ചെകുത്താൻ കുരിശ് കണ്ട പോലെ എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു രീതിയിലായിരുന്നു. അസ്ഥാനത്തുള്ള ഉപമ വേണ്ട കേട്ടോ. അല്ല, ഈ ചിലപ്പോ ഇനിയിപ്പോ എന്തായിരിക്കും? ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒന്ന് ചിന്തിച്ചിട്ട് ഞാൻ പറയാം. ഒന്ന് അന്വേഷിക്കുകയും കൂടെ ചെയ്യാൻ പറ്റുമോ? അല്ല, അത് കുഴപ്പമാവോ? കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകുമോ? അതല്ല, എനിക്ക് കണ്ടുപിടിക്കണമല്ലോ ആ കുട്ടീന്റെ മുഖത്ത് മിന്നിമാഞ്ഞ ഭാവം. വല്ല എക്സ് ലവർ? അല്ല, ലവറൊന്നും ആയിരിക്കൂല. അല്ല, എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ നാളെ ഒന്ന് അന്വേഷിക്കട്ടെ. എനിക്ക് താഴോട്ട് പോയി പെട്ടെന്ന് അന്വേഷിക്കൽ നടക്കില്ല. എന്നാലും ഞാൻ എൻ്റെ ബുദ്ധി വെച്ച് ഞാനൊന്ന് കണ്ട് പഠിച്ച് ഒന്ന് മനസ്സിലാക്കാം. എന്താണ് കാര്യങ്ങൾ സെറ്റാക്കിയേക്കാം. ആ കുട്ടി എന്താണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് വരാം. ഉണ്ടാ നളിനാക്ഷന്റെ വഴിക്ക് അന്വേഷിച്ചോളൂ, ഞാൻ എൻ്റെ വഴിക്ക് അന്വേഷിച്ചോളാം.
ഒന്തസണ്ടാളൻ. ആ മോളിലുള്ള പയ്യനില്ലേ, നിങ്ങൾ ബാ ഇവിടെ ഇരിക്കേ, ഞാൻ കഥ പറഞ്ഞുതരാം. ആ മോളിലത്തെ പയ്യനില്ലേ, അവൻ എനിക്കറിയാം. ആ ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴത്തേക്കും എന്റെ ഫ്രണ്ട് ഗ്രീഷ്മ, ഒരു പാവം പൂക്കി നല്ല ഫ്രൂട്ടിയൊക്കെ കുടിച്ച് നടന്നിരുന്ന ഒരു കൊച്ച്, അവളെ കൺവിൻസ് ചെയ്ത് ഇവനൊരു 5-6 സ്റ്റാറുള്ള ഒരു റെസ്റ്റോറന്റിൽ കൊണ്ടുപോയി. എന്നിട്ട് അവിടെ ഉള്ള ഫുഡ്, അത് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫുഡ് എല്ലാം ഇവൾക്ക് മേടിച്ചു കൊടുത്ത്, എന്നിട്ട് നൈസായിട്ട് കൈ കഴുകാൻ പോണേന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഇവിടെ നിന്ന് മുങ്ങി. അപ്പൊ അവൻ കൊച്ചങ്ങടെ ഇല്ലാണ്ടായി പോയില്ലേ. നിങ്ങളൊന്ന് ആ കൊച്ചിന് മുഖം കാണുമായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാരും കൂടെ എങ്ങനെയൊക്കെയോ പിരിവിട്ട് ആ ബില്ലങ്ങ് അടച്ചു കൊടുത്ത്. പാവന്റെ പൊക്കി. ഞാനൊന്ന് നമ്മളെ വിളിച്ച് ഡിപ്രഷൻ അടിച്ച് കരഞ്ഞിട്ട് വരാം. എന്താണ് മുത്തണ്ണ? വിഷയമായിരിക്കും അവര് തമ്മിൽ. കണ്ടാ എന്റെ മോള് പറയുന്ന കേട്ടാ? എന്താ വാടി? ആ മറ്റേ നിങ്ങളുടെ നൻപനില്ലേ, അയാൾ ചെയ്താണ് ഇവിടെ പറഞ്ഞോണ്ടിരുന്നവള്. ഇടി അവള് നൻപന്റെ കാര്യമൊന്നും അല്ല പറഞ്ഞത്. നീ ആരെന്ത് പറഞ്ഞാലും അവന്റെ പെടലിക്കാണല്ലോ കേറി പോകുന്നേ. പിന്നെ ആരാന്നാ നിങ്ങൾ വിചാരിച്ചേ? ഇടി ആ മറ്റവൻ. ഏത് മറ്റവൻ? ആ സിനിമാക്കാരനൊരുത്തം വന്നില്ലേ കഴിഞ്ഞിടയ്ക്ക്? അവൻ വന്നേ പിന്നാണ് ഇവിടെ മൊത്തം പ്രശ്നങ്ങളും സ്റ്റാർട്ടായിരിക്കുന്നത്. അവന്റെ ഒരു കാഷായ വസ്ത്രം കണ്ണടിയും നറിയിട്ട് വയ്യ, ഒരു ഒറ്റ ചുപ്പുണ്ട് അവൻ എപ്പോഴും. പോട്ടെന്നേ. അല്ല എന്റെ പെങ്ങള് ഇത്രയും വിഷമിച്ച് പറഞ്ഞത് നിങ്ങളൊന്നും കേട്ടില്ലേ? ഒരു വിചാരില്ലേ നിങ്ങക്ക്? എടി അത് അവള് പറഞ്ഞ അവിടെ കാര്യമല്ല, അവിടെ ആരാൻ്റെ കൂട്ടുകാരിയുടെ കാര്യമല്ലേ. അവളുടെ കൂട്ടുകാരിയാണെങ്കിൽ എന്റെ അനിയത്തിയുടെ പോലെ തന്നെയാ. നമ്മളിങ്ങനെ ഒന്നുമില്ലാത്ത വിഷയത്തിനൊക്കെ കയറി റിയാക്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് എന്റെ വീട്ടുകാരിൽ ഒരു സ്നേഹമില്ല. എന്തൊക്കെയായിരുന്നു കല്യാണം കഴിഞ്ഞപ്പോ ചന്ദനെ ചന്ദനെ വിളിച്ചോണ്ട് നടക്കരുത്, ഇപ്പൊ ഒരു സ്നേഹമില്ല. എടി അവൻ പോട്ട് പാവല്ലേ, നീ എന്നോട് തന്നെ ഇങ്ങനെയൊക്കെ സംസാരിക്കണം കേട്ടാ. വേണ്ട, നിങ്ങൾ എന്തെങ്കിലും അവന് 2 പൊട്ടിക്കണം കേട്ടല്ലോ. നീ തല്ലുക എന്നൊക്കെ പറഞ്ഞാൽ മോശമല്ലേടി, അവൻ തിരിച്ചു തല്ലിയാലോ? പൊട്ടിക്കണം എന്ന് പറഞ്ഞാൽ പൊട്ടിക്കണം, അത്രേ ഉള്ളൂ. വേച്ചല്ലേ നിർബന്ധമാണോ? നിർബന്ധാണ്. എന്നാ വന്നിട്ട് 2 പൊട്ടിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. നിങ്ങളെന്ത് വർത്താനത്താത്ത പറയണത്? ഇവിടെ കംപ്ലീറ്റ് എന്തൊക്കെയോ ചീഞ്ഞു മണക്കുണ്ട്. പിന്നെ ഒരുത്തനുണ്ട്, ഒരു സിനിമാ പിടുത്തക്കാരനാന്ന് പറഞ്ഞ് നടക്കുന്നത്. ഓൻ്റെ ഒരു ഓഞ്ഞ ജുബി, ഒരു കണ്ണടിയും, എനിക്ക് എവിടെയോ ഒരു അവിഹിതം മണക്കുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മളെ കുട്ടീനെ നമ്മൾ രക്ഷപ്പെടുത്തും, 2 പാത്രമാക്കി തരും. ഓൻ്റെ അവിഹിതം ഇവിടെ നടക്കൂല. ആ ഞാനുണ്ട്, ഞാൻ ഫുൾ ടൈം ഓരോ പിന്നാലെ തന്നെ ഉണ്ട്. പിന്നെ ആ സിനിമാക്കാരൻ്റെ പിന്നാലെ പ്രത്യേകിച്ചും ഉണ്ട്. പിള്ളേരെ പറ്റിക്കും അല്ലേ? അന്യന്റെ സ്വകാര്യതയിൽ ഒളിഞ്ഞു നോക്കും അല്ലേ? നീ 6 നക്ഷത്ര ഹോട്ടലിൽ കയറത്തുള്ളൂ അല്ലേ? നീ വീട്ടിൽ പോക്കൃത്തരോടെ കാണിച്ച എന്തിനാ തല്ലുന്നെങ്കിലും പറഞ്ഞിട്ടതല്ലേ? ഓരോല്ലോടോ ഒന്ന് ചെയ്യലേ. പെണ്ണുമ്പുള്ള തല്ലാൻ പറഞ്ഞാണല്ലോ. എന്റെ പെണ്ണുമ്പുള്ള തല്ലാൻ പറഞ്ഞാൽ ഞാൻ തല്ലു ആരെയാണ് കാണിക്കരുത്. கம்ப்ளைண்ட் வந்தது உன்னை உயிரோட செஞ்சிருவேன். உனக்கு என்னை பத்தி தெரியாது. അണ്ണാച്ചി പറഞ്ഞതേ എണ്ണ വെച്ച് കത്തിക്കുന്ന. അണ്ണാച്ചി, അണ്ണാച്ചിന്റെ കൂടെ ഞാനുണ്ട്. പൊണ്ണാച്ചി ഇതെന്തിനാ ഇടിച്ചെന്തെങ്കിലും പറ. അണ്ണാച്ചി, അണ്ണാച്ചി ഇല്ല ഇല്ല, നമ്മൾ സണ്ടയില്ല. ആ എന്താണ് അവനുമായിട്ടുള്ള പ്രശ്നം? அது ஒரு சின்ன பிரச்சனை. வைஃப் கூட பேசும்போது அடிக்க சொல்லிச்சு, அதான் அஷ்டம். ഞാൻ അണ്ണാച്ചിയുടെ ഭയങ്കര ഫാനാക്കും, എന്റെ അടപ്രഥമൻ പോലെ. അവനുണ്ടല്ലോ സിനിമാക്കാരൻ, അവന് ഞാനും ഫൈറ്റ്. எனக்கு அவனை பிடிக்காது. എനിക്കും പിടിക്കൂല. ஆமா, அதான் அடிச்சிட்டேன். ഇനി അടിക്കുമ്പോ എന്നെ കോള് പണിയാ മതി. பண்றேன். ഞാൻ വരും, നമുക്ക് ചേർന്ന് ഫൈറ്റ് ചെയ്യാം. ഓക്കെ ശരി. ഞാൻ വട ഉണ്ടാക്കും, അതിരസ വട. അത് ഉണ്ടാക്കുമ്പോൾ അണ്ണനെ ഞാൻ വിളിച്ച് തരാം. കൂപ്പിടുங்க. എന്നെ പിടിച്ചാൽ ശരി.